ഹലോ, ഇന്ന് ഞാനിന്നൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ഇവരെല്ലാരും എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നോണ്ടിരിക്കുകയാണ്. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. നോക്കൂ, ഈ ഡ്രസ് ശ്രീജേച്ചിന്റെ ആണ്. പിന്നെ ഒരു വലിയ സാധനം കാണിച്ചു തരാം. എന്റെ കാലിൽ എന്താണ് നോക്കൂ, സ്കെച്ചേഴ്സിന്റെ ഷൂസ്. സ്കെച്ചേഴ്സ് ഞാനിതിങ്ങനെ അലമാരക്കകത്തൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. സ്കെച്ചേഴ്സിന്റെ ഷൂസ് ഒക്കെ എങ്ങനെ പുറത്തിറങ്ങും ഗായ്സ്. പക്ഷെ ശ്രീചേച്ചിക്ക് വാങ്ങി തന്നതാണ് കേട്ടോ. കണ്ടോ, ഇത് കാല് നിലത്ത് ചവിട്ടാൻ പറ്റുമോ? ഇത് വല്ലാത്ത പണിയാവട്ടോ ചിക്കോക്കറിക്ക്. മഞ്ജുവിന്റെ പെണ്ണാണോ പറയും. അതെ, സ്കെച്ചേഴ്സിന്റെ ഷൂസാണ്. എന്തേ ചൂടുണ്ടോ? ചൂടുണ്ടോ തന്നെ? അതല്ല എന്നോട് വരണ്ടാ പറഞ്ഞത്. അനക്ക് ഞങ്ങളെ കൂടെ വന്നേ പറ്റൂന്ന് വാശി അടിച്ചിട്ടല്ലേ, അതുകൊണ്ടാ ഞങ്ങള് വരണ്ടാ പറഞ്ഞത്. ഞാനേ വീട്ടിൽ വിളിച്ചിട്ട് അപ്പോട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോട്ടാ എനിക്ക് പുതിയ സ്കെച്ചേഴ്സിന്റെ ഷൂസ് വാങ്ങിയെന്ന്. അല്ല എപ്പോഴും ചോദിച്ചു അത് എവിടെ കാണട്ടേന്ന്. അപ്പൊ അത് തുറന്നിട്ട് അലമാരക്കകത്തുനിന്ന് കാട്ടിക്കൊടുത്തു ഡ്രസ്സിന്റെ കൂട്ടത്തിൽ. അതിലെപ്പോഴും ചോദിച്ചു ഡ്രസ്സിന്റെ കൂട്ടത്തിൽ വെച്ചേക്കുന്നത്. അതങ്ങനെയാണ് ചിക്കു. ഫസ്റ്റത്തെ എല്ലാ സാധനവും നമ്മൾ നല്ലോണം സൂക്ഷിക്കുമല്ലോ. അത് കഴിഞ്ഞാൽ കാണാം, കുറച്ച് കഴിഞ്ഞാൽ കാണാനുള്ള ഷൂസ് ഒക്കെ. എന്റെ മേക്കപ്പ് ഒക്കെ പോയി. ഇയമ്മേന്റെ മേക്കപ്പ് പോയോ? നോട്ടെ, നല്ല വെയിലാ ഇവിടെ, ഭയങ്കര ചൂടാ. ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാ വരാൻ പോകുന്നത്. കുറച്ച് ടൈമും കൂടി ഉള്ളു ഞങ്ങക്ക് ഇവിടെ ചൂട്. അത് കഴിഞ്ഞാൽ നല്ല തണുപ്പ് വരും. നോട്ടെ അജുമാമ, ഇല്ല മേക്കപ്പ് ഇല്ല. അങ്ങനെ ചിക്കു ഇവിടെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. മെഡിക്കൽ ലൈസൻസ് ഒക്കെ ആയി, ജോബ് ട്രൈയിങ് ആണ്. എല്ലാരും ചോദിക്കാറുണ്ട് ജോബ് ഓക്കെ ആയോ എന്ന് ചോദിക്കാറുണ്ട്. പറഞ്ഞു കൊടുക്ക്. ജോബ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ലൈസൻസ് ഇപ്പം ആയിട്ടുള്ളൂ. ഇനി ജോബ് അന്വേഷിച്ച് സെറ്റാക്കി കണ്ടുപിടിക്കണം. എന്താണ് അജുമാമ എന്ത് വാങ്ങിച്ചു തരുമെന്ന്? അങ്ങനെ ടാറ്റു ചെയ്യണ്ട. ടാറ്റു ചെയ്തതിന് കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എല്ലാരും. അങ്ങനെ ടാറ്റു ചെയ്യാൻ പാടില്ല അത്രേ. ടാറ്റു ചെയ്യാൻ പാടില്ലെന്ന് ഇതാ ചീത്ത പറയട്ടോ. അത് കാണുന്നവരൊക്കെ ചീത്ത പറയും ടാറ്റു ചെയ്താല്. ടാറ്റു ചെയ്താ ചീത്ത പറയുന്നത്. വേണ്ട, ചീത്ത മാത്രല്ല അടിയും കിട്ടും ഉണക്ക്. ഇനി അവിടെ പാപ്പി എടുക്കൂല. ഇതില് പാപ്പി വേറെ ഫോണിലേ ഉള്ളൂ, കയ്യില് പാപ്പില്ലേ. ഈ പാപ്പിന്നൊന്നും ഇനി പറയല്ലേ. ഇനി ഈ കുട്ടിക്ക് നല്ലത് പറഞ്ഞു കൊടുക്ക്. പാപ്പി പാപ്പിന്നൊന്നും പറയല്ലേ. കോക്കൂന് റീചാർജ് ഈ ഖത്തർ ഇനിയും വികസിച്ചിട്ടില്ലേ? എന്താ ഈ ഇങ്ങനത്തെ കൂപ്പൺ കാർഡൊക്കെയാണോ നമുക്ക് ഫോണിൽ റീചാർജ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? പിന്നെ എന്തിനാ നിങ്ങൾ എനിക്ക് കാർഡ് വാങ്ങി തരുന്നത്? അത് എന്റെ അജു അനിയൻ എളുപ്പപ്പണി ചെയ്തത്. ഓൻ തന്നെ ചെയ്തരണം. ഓൻ ചെയ്യണ നോക്കിയിരുന്നോ? ഇന്നാല് പണ്ട് നമ്മള് നാട്ടില് കാർഡ് വാങ്ങി ചുരണ്ടി ചെയ്തതൊക്കെ ഓർമ്മ വരുന്നേ. ഇപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ല നാട്ടില്? ഇല്ല, ഇപ്പൊ കൂപ്പണൊന്നും ഇല്ല. ആണോ? ഭയങ്കരാണല്ലോ. നിങ്ങളുടെ ഖത്തർ മാതിരിയാ ഞങ്ങളുടെ നാട്. അത് ഇന്ത്യടാ, കേരളണ്ടാ. കോക്ക് അങ്ങനെയൊക്കെ കാണിക്കും. കോക്ക് നെഗത്തോണ്ട് ചിരണ്ടിയ ക്യാൻസർ വരുന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയല്ലൊക്കെ പണ്ട് പറയാ. അങ്ങനെയൊക്കെ പറയും. ലൊക്കേഷൻ HITC ഖത്തർ. ചിക്കു ഒറ്റയ്ക്ക് പോവാൻ നിന്നതേന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പൊ പോയിട്ട് ടെൻഷൻ ആവണ്ടൊക്കെ. ആ പോണ നേരത്തെ ഒരു ടെൻഷൻ ഉള്ള പോലെ ഫീൽ ചെയ്തു. ആണല്ലേ? ഒരു പ്രാന്താവല് ഫീൽ ചെയ്തു എനിക്ക്. അത് ആ പോണേന്റെ ടെൻഷനാന്ന് കരുതിയിട്ടാണ് ഞാനൊക്കെ പെട്ടിയും കിടക്കി എടുത്ത് ഇറങ്ങിയത് കേട്ടോ. എനിക്ക് ടെൻഷൻ നിങ്ങക്ക് തോന്നുന്നുണ്ട്? തേങ്ങ കേട്ടോ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു ഭയങ്കര ടെൻഷനുള്ള ഫേസ് ആയിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഉണ്ടായപ്പോ അങ്ങോട്ട് റിലാക്സ് ആയതാണ്. എന്താ അപ്പൊ എന്റെ ഈ പെണ്ണും കൂടി വാശി പിടിക്കും. അതൊന്നും നല്ല സ്വഭാവമല്ല കേട്ടോ. അമ്മേന്റെ കൂടെ പോരണം വാശി പിടിക്കുന്നത്. എല്ലാ കുട്ടികളും ഇക്കും പോണെന്ന് പറഞ്ഞോണ്ടല്ല ഞാൻ കൊണ്ടുവന്നത്. ഇക്കൊരു കൂട്ടായിക്കോട്ടെ തിരിച്ചു വരുമ്പോ കരുതിയിട്ടാ കൊണ്ടുവന്നത്. അല്ലാതെ വാശി പിടിച്ചാൽ ഞാൻ എങ്ങോട്ടും കൊണ്ടുപോകില്ല. ഇന്ന് വൈകുന്നേരം നമ്മൾ സിനിമയ്ക്ക് പോകൂലേ? നന്ദ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഉറങ്ങി എണീറ്റോടത്തുനിന്ന് വന്നതാണ്. മുഖമൊന്നും കഴുകിയിട്ടില്ല. മുഖം കഴുകിയോ? എന്നിട്ട് എന്താ കണ്ണമ്മയൊക്കെ? പല്ല് തേച്ചോ? പല്ല് തേച്ചില്ല, പക്ഷെ ഫുഡ് കഴിച്ചു അല്ലേ? പല്ല് തേച്ചോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ലെഡ് അല്ല, റെഡ്. വെയിറ്റ് ആണോ?
ഇതൊക്കെ എന്താ സംഭവം? ഓ സിഗ്നലാവും. സിംഗിൾ ആണോ? നീ സിംഗിളാ? ആര് പഠിപ്പിച്ചേ? ഇതാരാ പഠിപ്പിച്ചേ? ആ സിഗ്നൽ. ഓക്കെ. ഇതാരാ പഠിപ്പിച്ചെന്നേ? സിഞ്ചാനാവും പഠിപ്പിച്ചേ. എല്ലാരും മുന്നത്തെ വീഡിയോയില് നന്ദേന്റെ പേര് മാറ്റി സിഞ്ചാനാണെന്ന് പറഞ്ഞപ്പം എല്ലാരും ചോദിച്ചായിരുന്നു ആരാ ഈ സിഞ്ചാൻ. ഒരു സ്ഥിരം നന്ദ ഷിൻജാനാണ് ഇത്രേ. നന്ദ സ്ഥിരം കാണുന്ന കാർട്ടൂൺ ആണ്. ഷിൻജാന്, ഫ്രാങ്ക്ലിൻ, പിന്നെ ആരാ വലിയതാ. ആ ഇതൊക്കെ നന്ദക്കുട്ടീന്റെ കാർട്ടൂണാണ്. അപ്പം അതുകൊണ്ടാണ് ആ പേര് പറഞ്ഞത് കേട്ടോ. ഇപ്പൊ ചിക്കോ പറയണത് ഞാൻ സിഞ്ചാനേന്നാ വിളിക്കുക. ചിക്കോ ആണ് പറഞ്ഞത് ഷിൻജാനാണെന്ന്. എനിക്കറിയില്ല. അതൊരു ഗെയിമാണ്. ഒരു പയ്യൻ ഒരു ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. ഷിൻജാനെ ഷിൻജാനെ എടാ ഷിൻജാനെ ഫ്രാങ്ക്ലിൻ ഇയർഫോൺ ഇട്ടിട്ട് ഷിൻജാനെ പായും. അതിന്റെ ആൾക്കാരാണ് ഏതായാലും ഈ മുതലുകള്. ആ സിഞ്ചാനാണോ ട്രാഫിക് ലൈറ്റ് ഒക്കെ പഠിപ്പിച്ചു തന്നേ? ആരാ പഠിപ്പിച്ചു തന്നേ? പിന്നെ എങ്ങനെയാ പഠിച്ചേ? കുഞ്ഞു കുട്ടി ആ ചേട്ടന് പായൂര നമ്മള് കൊക്കിനെ കൊണ്ടുവച്ചു വന്നു. അങ്ങനെ ഞങ്ങള് കോക്കുവിനെ ക്ലാസ്സിന് കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോവാണ്. നമുക്ക് കോക്കൂരുന്നില്ല. നമുക്ക് ഒഴിവാക്കിയതല്ലേ ഈ നൈസായിട്ട്. കോക്കുവിനെ ഇനി നമ്മള് തിരിച്ചു കൊണ്ടുവരൂല കേട്ടോ. കോക്കുവിനെ നമ്മൾ ഒഴിവാക്കി. ഈ കോക്കുവിന്റെ കൂടെയാണോ കിടക്കല്? ചില ദിവസങ്ങളില് ചിലപ്പോ ഒരു ഹാലിളകി എന്റെ കൂടെ തന്നെ ഓടി വരും. ചില ദിവസം കോക്കുവിന്റെ കൂടെ കിടക്കുക. കൊച്ചു കുഞ്ഞിക്കുട്ടി അമ്മ ഉണ്ടല്ലോ അക്കൂന്റെ ഇട്ടാണ് കാക്കാൻ അമ്മേന്റെ ഇട്ട് കാക്കാൻ കൊടി ഔട്ട മെല്ലെ മെല്ലെ കോങ്ങി പോയിട്ട്. അതായത് ചില നേരത്തെ അവൾക്ക് അക്കുചേട്ടന്റെ കൂടെ കിടക്കുന്ന ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അക്കുവിന്റെ കൂടെ പോയി കിടക്കുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അക്കു ഉറങ്ങി കഴിയുമ്പോ എന്റെ അടുത്തേക്ക് വന്ന് കിടക്കും. അങ്ങനെയല്ല, അക്കുവിനെ ഉറക്കി കഴിഞ്ഞിട്ട് അവള് മെല്ലെ എണീറ്റിന്റെ അടുത്തേക്ക് തന്നെ വരും. ഈ കോക്കുനെ നമുക്ക് പോലെ പറയൂ. അക്കു അക്കു ഉറങ്ങിയിട്ടില്ല അല്ലെ? അക്കു ഉറങ്ങിയില്ല എന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലേ. ഈ അക്കുവിനെ പറ്റിച്ച് പോരാൻ നോക്കിയതാ അല്ലെ. അപ്പൊ ഇനി കോക്കുവിനെ ഒരു 4 hours കഴിഞ്ഞിട്ട് നമ്മള് കൂട്ടാൻ പോകും കേട്ടോ. എന്നാ ശരി, ബായ് പറയല്ലാരോടും. ഓ വലിയ ആള് വന്നിരിക്കുന്നു. അജ്മാവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ തന്ന മുട്ടായി വാങ്ങിച്ചു തരാം. അതാണ് ഇനി അടുത്ത പോയിട്ട്. ഞാൻ മുട്ടായി വാങ്ങിച്ചു പറഞ്ഞു. എപ്പോഴാ പറഞ്ഞു? ആ എനക്ക് ഓർമ്മയില്ലേ? എനക്ക് എന്താ അൽഷിമേഴ്സ് ആണോ? മുടി വേണമെന്നാ പറഞ്ഞേ. ബുദ്ധി വേണമെന്ന് എല്ലാം മറന്നിട്ടെങ്കിൽ ഒരു കവർ പാറി പോണ പോലെ അങ്ങോട്ട് പോയിക്കോ. അച്ഛമാവൻ അങ്ങനെ പല കാര്യങ്ങളും മറക്കുന്നുണ്ട്. ഞാനൊരു മുട്ടായി മതിയോ? അങ്ങനെ 2 മിഠായി. അപ്പൊ ശ്രീമോളെ കുട്ടികൾക്ക് മുട്ടായി കേടാണെന്നൊക്കെ പറഞ്ഞേ. അത് മുട്ടായാണോ? ചീത്ത കുട്ടികളെ മുട്ടായി കഴിക്കാം. തന്നോ? ഞാൻ ചീത്തക്കുട്ടിയാണെന്ന് ഓൾറെഡി അവിടെ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ട്. നല്ല കുട്ടി എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ല ഇവിടെ. ചീത്തക്കുട്ടിയാണ് പറഞ്ഞില്ലല്ലോ. 2 മുട്ടായിക്ക് 2 ഉമ്മ. ഈ 2 മുട്ടായി അല്ലേ എനിക്ക് വേണ്ടപ്പോ അല്ലേ? 2 ഉമ്മ വേണ്ട. ആ മോത്ത് തിരിച്ചെടുത്തു. ഇതെന്തുമ്മ പറ്റൂല, തരൂല. ആർക്കാരും വേണ്ടില്ല ഉമ്മയ്ക്കൊന്നും ഞാൻ വാങ്ങിച്ചു തരില്ല. പിന്നെ എനിക്ക് എന്താ അച്ഛനോട്ട് കൊടുക്കണ്ട. നല്ല ഉമ്മ കെട്ടിപ്പിടിച്ച് സ്നേഹം തോന്നണെനിക്ക്. സ്നേഹം എനിക്ക് തോന്നണല്ല. പിന്നെ അങ്ങനെ തരാ. ഇനിയോ ഒന്നുള്ളൂ പോരാ. കെട്ടിപ്പിടിച്ചില്ല. വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് എന്റെ മുട്ടായി. എനിക്ക് മുട്ടായും ഇല്ല. എനിക്ക് വേണ്ട. ഉമ്മയും വേണ്ട. വേണ്ട, ഉമ്മ വേണ്ട. ശ്രീമോളെ വണ്ടി ഓടിക്കാൻ സമ്മതിക്കില്ല. ശ്രീ ചത്തു പോകും. ഇയും ചാവും. ഞാൻ കൊറേ കാലം ജീവിച്ചാട്ടോ. ഞാൻ എന്റെ 25 വയസ്സ് വരെ ഞാൻ ജീവിച്ച. 25ഓ? ബാക്കി ആയിരിക്കാം 10-30 വയസ്സുണ്ടോന്. തല്ലുകൂടല്ലേ. ഗ്രീൻ ലൈറ്റ്. അതെ, ഗ്രീൻ ലൈറ്റ് എന്താ കാട്ടണ്ട്? സ്റ്റോപ്പ് ചെയ്യണോ? നമുക്ക്
നമുക്കൊരു ജ്യൂസ് വാങ്ങിച്ചാലോ എന്തേ? അതല്ലേ നല്ല വേണ്ട, മുട്ടായി മതി. മുട്ടായി വാങ്ങിക്കാൻ എന്തേലും പാപ്പി കയ്യില് വേണം. ജ്യൂസ് ആവുമ്പോ ഉമ്മ എടുത്തുന്ന വേണ്ട. എന്റെ ഉമ്മ എടുത്തോ. എന്തിനാ ഒരു ഉമ്മ കൂടുതൽ എടുത്തേ? വരുമ്പോ തിരിച്ചോക്ക്. എന്റെ അമ്മയ്ക്കന്നെ അജുമാമിന്റെ ഉമ്മയൊക്കെ അജുമാമിന്റെ ഉമ്മയൊക്കെ അമ്മയ്ക്ക് തന്നു. ആർക്ക് വേണം എന്റെ അപ്പിയുമ്മ? I don't want your bloody ഉമ്മ. എന്റെ ഉമ്മനെ മാറ്റത്തല്ലോ. അച്ഛനാണെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യും. അമ്മേന്റെ പൈസ ഒക്കെ എടുക്കും, തട്ടി മാറ്റി. എന്റെ ദൈവമേ, എന്തായിരുന്നു? അച്ഛനും അമ്മേനും എനിക്ക് അമ്മേനെ മാത്രമേ ഇഷ്ടമുള്ളൂ. അച്ഛനാണെങ്കിൽ അമ്മേന്റെ പൈസ ഒക്കെ എടുക്കുന്നു. എനിക്ക് വയ്യന്റെ നന്ദേ. അച്ഛൻ കേക്കണ്ട. കേട്ടാലോ? അച്ഛൻ കേട്ടാൽ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകില്ല. അതന്നെ പിള്ളവരസിൽ കള്ളവില്ല, സത്യം പറയൂ. അച്ഛനാ പറ്റിച്ച അച്ഛാ. അച്ഛൻ ഞാൻ പറ്റിച്ചത് അച്ഛാന്ന് കേട്ടില്ലേ? അച്ഛനെ മെത്താണ് അച്ഛാ. കള്ളി. അച്ഛൻ ഓലപ്പ് സിമിച്ച് കൊണ്ടുപോണേ മൂക്കിട്ട് പഴുത്തും. മൂക്കിടിച്ച് പരത്തല്ലെങ്കിൽ അച്ഛന്റെ. എന്റെ മൂക്ക് പോവാതെ നോക്കിക്കോയി.